എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കാലഘട്ടത്തില് ടി വി കാണാത്തവരായി ആരുണ്ടാവില്ല അല്ലെ? മിക്കവാറും എല്ലാവരും ടി വി കാണുന്നവരായിരിക്കും. അപ്പൊ ടി വി കാണുന്നത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് ഇഷ്ടമുള്ള ഒരു പ്രോഗ്രാം വരുമ്പോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ചാനലായിരിക്കും നമ്മൾ കാണും. അപ്പൊ ആ ചാനൽ വെക്കുമ്പോ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ കണ്ണിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. അതന്നെ പരസ്യങ്ങൾ ഇപ്പോഴത്തെ ചാനലുകൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ചാനലുകളിൽ മാത്രമാണോ പരസ്യങ്ങളുള്ളത്? അല്ല അല്ലെ? എന്തിലായിരിക്കും? ന്യൂസ് പേപ്പറിൽ ഉണ്ടായിരിക്കും, റേഡിയോയില് പരസ്യമുണ്ട്, പിന്നെ നമ്മൾ ഏതെങ്കിലും ഫെസ്റ്റിവലിനൊക്കെ പോയാല് അവിടെ എന്താണ്, എല്ലായിടത്തും എന്തിന്റെങ്കിലും പരസ്യങ്ങളായിരിക്കും. അപ്പൊ പരസ്യങ്ങൾക്ക് അത്രമാത്രം സ്വാധീനമുണ്ട് ഇന്നത്തെ ലോകത്ത് അല്ലേ? ഏതെങ്കിലും സാധനത്തിന് പരസ്യമില്ലാത്തതുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കണ്ടെത്തി നിങ്ങളുടെ ബുക്കിലൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ കണ്ടെത്താം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇനി പരസ്യങ്ങളെ കുറിച്ച് പറയുമ്പോ എങ്ങനെയായിരിക്കും പരസ്യങ്ങൾ? വളരെ ആകർഷണമുള്ളതായിരിക്കും അല്ലെ? ആ പ്രോഡക്റ്റ് നമുക്ക് വാങ്ങിക്കാൻ തോന്നണം. അപ്പൊ നമ്മുടെ മനഃശാസ്ത്രം ബേസ് ചെയ്തിരിക്കും അല്ലെ? ആൾക്കാർ നമ്മൾ ഒരു ടി വി കാണുന്നത് പലതരത്തിലുള്ള ആൾക്കാരായിരിക്കും. കുട്ടികളുണ്ടാവാം, മുതിർന്നവരുണ്ടാകാം, ടീനേജിലുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ ഇവരെല്ലാം ഒരുപോലെ സ്വാധീനിക്കണം. അപ്പൊ കുട്ടികൾക്കാണ് ഒരു പ്രോഡക്റ്റ് ഇറക്കുന്നുണ്ടെങ്കിലോ അവരുടെ ലെവലുള്ളതായിരിക്കും, അവരെ ആകർഷിക്കുന്ന തരത്തിലായിരിക്കും. ഇനി ടീനേജ് ആണെങ്കിലോ കുറച്ചുകൂടെ സൗന്ദര്യബോധം ഉണർത്തുന്ന പരസ്യങ്ങളായിരിക്കണം. അതായത് ഏതെങ്കിലും ഒരു സോപ്പ് തേക്കുകയോ ഒരു ക്രീം ഉപയോഗിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്തായി, നായികയുടെ അതേ ലുക്ക് കിട്ടി, അല്ലെങ്കിൽ നായകന്മാരെ പോലെ നമുക്ക് മാറാൻ സാധിക്കും. ഏതെങ്കിലും സോപ്പ് തേച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്രീമൊക്കെ പുരട്ടിയിട്ട് അങ്ങനെ നായികന്മാരായ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യാണ്, അത് വാങ്ങി ഉപയോഗിക്കും. അപ്പൊ ഈ കേരളത്തില് എന്ത് സംസ്കാരമാണുള്ളത്? കൂടുതലും ഉപഭോക്തൃ സംസ്കാരമാണുള്ളത്. അതായത് ഒരു സാധനം വാങ്ങി ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പൊ പരസ്യങ്ങൾ എങ്ങനെയായിരിക്കും പറഞ്ഞത്? ഒരാളുടെ സൈക്കോളജി കണ്ടിട്ടായിരിക്കും. സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താ? മനഃശാസ്ത്രം. അത് കാണുമ്പോഴേക്കും നമുക്ക് അങ്ങോട്ട് വാങ്ങിക്കാൻ തോന്നും. അപ്പൊ അങ്ങനെ പരസ്യങ്ങളായിരിക്കും അല്ലെ? പിന്നെ എന്തായിരിക്കും? ആകർഷണം. പരസ്യം കാണുമ്പോൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണാൻ തോന്നുന്നതായിരിക്കും. അപ്പൊ അതിൽ ഗ്രാഫിക്സ് പലതും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും അല്ലെ? കാണുമ്പോ തന്നെ നമ്മളും അതുപോലെ ഏതോ ലോകത്തേക്ക്. പിന്നെ ആകർഷണം കൂട്ടാൻ വേണ്ടി എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? അതായത് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ടായിരിക്കും ആഡ് ചെയ്യുക അല്ലെ? നായിക സോപ്പിന്റെ പരസ്യമാണ്, കൂടുതലും സ്ത്രീജനങ്ങളായിരിക്കും. അതെന്തിനു വേണ്ടിയിട്ടാ? സ്ത്രീജനങ്ങളാണ് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആവും അല്ലെ? ഒരു സാരിയുടെ പരസ്യം കാണുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോകും, ഇത് സാരിയുടെ പരസ്യമാണോ അതോ ആ മോഡലിന്റെ പരസ്യമാണോ അല്ലെ? അപ്പൊ സ്ത്രീകള് നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന പരസ്യങ്ങളുണ്ട്, എല്ലാതും മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. അപ്പൊ പരസ്യം നന്നാവണമെങ്കിൽ അതിന്റെ എല്ലാ ഘടകങ്ങളും ആവശ്യമാണ്. അതിന്റെ ആവശ്യകത ഇപ്പൊ സോപ്പ് തന്നെ ആയിക്കോട്ടെ, ഈ സോപ്പ് എന്ന് പറയുന്ന ഒരു സാധനം, ഒരു പ്രോഡക്റ്റ്, അത് തന്നെ എത്ര തരത്തിലുള്ള സോപ്പാ. പക്ഷെ നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നത് എങ്ങനെയായിരിക്കും? അതിന്റെ പരസ്യം കണ്ടിട്ടായിരിക്കും. അപ്പൊ അത്രത്തോളം പരസ്യത്തിന് സ്വാധീനമുണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ. പരസ്യങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പൊ അങ്ങനെയുള്ള പരസ്യങ്ങളെ കുറിച്ചും പരസ്യങ്ങൾ എങ്ങനെയൊക്കെ ആയിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണ് ഇന്നത്തെ സമൂഹത്തിൽ ഒരു വ്യക്തിയെ ബാധിക്കുന്നത്, അത് നെഗറ്റീവായിട്ടായിരിക്കാം, ചിലപ്പോൾ പോസിറ്റീവായിട്ടായിരിക്കാം. പരസ്യങ്ങൾ ഏതൊക്കെ തരത്തിലുണ്ട്? ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള പരസ്യങ്ങൾ വേറെയുണ്ട്. അപ്പൊ ഇതൊക്കെ പ്രതിപാദിക്കുന്ന ഒരു പാഠമാണ് ഇന്ന് ടീച്ചർ എടുക്കാൻ പോകുന്നത്. അപ്പൊ അടുത്തതായി നമ്മുടെ മൂന്നാമത്തെ പാഠമാണ്, ലേഖാണ് നമ്മുടെ മൂന്നാമത്തെ പാഠം. അതിന്റെ പേരാണ് യേ ദുനിയ വിജ്ഞാപൻ സെ ജ്യാദാ കുച്ച് नहीं.
യഹ് ദുനിയ ഇന്നത്തെ ലോകം എന്താണ്? വിജ്ഞാപൻ സേ ജ്യാദാ കുച്ച് നഹി. ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് തന്നെ പരസ്യമല്ലാതെ യാതൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ പരസ്യത്തെ കുറിച്ചുള്ള ഒരു ലേഖനമാണ് നമ്മള് ചർച്ച ചെയ്യാൻ പോകും. അപ്പൊ എല്ലാവരും റെഡിയല്ലേ? ഓക്കെ. വിജ്ഞാപൻ ഏക് കലാ ഹേ. വിജ്ഞാപൻ എന്താണ്? വിജ്ഞാപൻ എന്ന് പറഞ്ഞാൽ പരസ്യം. ഈ പരസ്യങ്ങൾ എങ്ങനെയാണ്? ഒരു കലയാണെന്നാണ് പറയുന്നത്. കല എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഡാൻസ്, നൃത്യങ്ങള്, പിന്നെ കഥാപ്രസംഗം, ഇതെല്ലാം ഒരു കലയാണെങ്കിൽ അതുപോലെ ഒരു കലാ ആവിഷ്കാരമാണ് പരസ്യങ്ങൾ. വിജ്ഞാപൻ ഏക് കലാ ഹേ. വിജ്ഞാപൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു കലയാണ്. അതായത് പരസ്യം ഉണ്ടാക്കാൻ വേണം ഒരു കല. വെറുതെ ഒരാൾക്ക് തോന്നിയ പോലെ ഒരു പരസ്യം ഉണ്ടാക്കാൻ പറ്റില്ല. അത് കാണുമ്പോൾ അത്രയും അട്രാക്റ്റീവ് ആയിരിക്കണം. അപ്പൊ അതിന് കുറച്ച് കലാപരമായിട്ടുള്ള കഴിവുകൾ ആവശ്യമാണ്. അപ്പൊ ഇവിടെ പറയുന്നത് വിജ്ഞാപൻ ഏക് കലാ ഹേ. വിജ്ഞാപൻ പരസ്യം. വിജ്ഞാപൻ എന്ന് പറഞ്ഞാൽ പരസ്യം. പരസ്യം എന്താണ്? ഒരു തലത്തിൽ പറയുകയാണെങ്കിൽ പരസ്യവും ഒരു കല തന്നെയാണ്. ആജ് കാ യുഗ്. ഇന്നത്തെ യുഗം, ഇന്നത്തെ ലോകം, ഇന്നത്തെ സമൂഹം എന്താണ്? വിജ്ഞാപൻ കാ ഹേ. ഇന്നത്തെ സമൂഹം എന്ന് പറയുന്നത് എന്താണ്? ഒരു പരസ്യം തന്നെയാണ്. വിജ്ഞാപൻ കെ വികാസ് സേ ദുനിയ കാ ക്രാന്തികാരി പരിവർത്തൻ ഹുവാ. അതായത് ഈ വിജ്ഞാപൻ കെ വികാസ്, പരസ്യങ്ങൾ ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരസ്യങ്ങൾ പോകുന്നത് എങ്ങനെയാണ്? നമ്മൾ പണ്ടത്തെ പരസ്യവും ഇന്നത്തെ പരസ്യവും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കാം. പണ്ടത്തെ പരസ്യത്തിൽ ഉപയോഗിച്ചിരുന്ന അതേ സാങ്കേതിക വിദ്യയാണോ ഇന്ന് ഉപയോഗിക്കുന്നത്? അല്ല. ഇന്നത്തെ സാങ്കേതിക വിദ്യ വളരെയധികം പുരോഗതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പരസ്യങ്ങൾക്കുണ്ടായ ആ മാറ്റം, ആ ഒരു വിപ്ലവം തന്നെയാണ്. അതേ വിപ്ലവമാണ് ഇങ്ങനെ ദുനിയ ക്രാന്തികാരി പരിവർത്തൻ ഹുവാഹെ. അതേ രീതിയിൽ തന്നെയാണ് ഇന്ന് നമ്മുടെ ലോകവും വിപ്ലവകരമായ മാറ്റങ്ങളാണ് സ്വീകരിക്കുന്നത്. അപ്പൊ പരസ്യങ്ങളാണ് അതിന്റെ അടിസ്ഥാന ഘടകവും പരസ്യങ്ങളാണെന്നാണ് പറയുന്നത്. विज्ञापन ने समाचार पत्र, रेडियो और टेलीविजन में अपना साम्राज्य बनाया. പരസ്യം ഇന്നൊരു സാമ്രാജ്യം തന്നെ തീർത്തിരിക്കുകയാണ്. എവിടെയൊക്കെയാണ് പരസ്യത്തിന്റെ സാമ്രാജ്യം നമ്മൾ കാണാൻ സാധിക്കുന്നത്? പത്ര, വിജ്ഞാപൻ, ഏതൊക്കെ? സമാചാർ പത്ര. സമാചാർ പത്രം എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പർ ആണ് അല്ലെ? ഏത് ന്യൂസ് പേപ്പർ ആയിക്കോട്ടെ, എല്ലാത്തിലും എന്താണ്? പരസ്യത്തിന്റെ ആധിപത്യമാണ്. ഇനി അടുത്തത് എവിടെയാണ് പരസ്യത്തിന്റെ ആധിപത്യം? റേഡിയോ അല്ലെ? റേഡിയോ തുറന്നാലും പരസ്യങ്ങളാണ് കാണാൻ സാധിക്കും, കേൾക്കാൻ സാധിക്കും. ഓർ ടെലിവിഷൻ, ടെലിവിഷൻ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു മാധ്യമമാണ് അല്ലെ? അപ്പൊ ടെലിവിഷനിലും ഇപ്പൊ എന്താണ്? പരസ്യങ്ങളുടെ ആധിപത്യമാണ്. അപ്പൊ എവിടെ നോക്കിയാലും അത് നമ്മൾ വായിക്കുന്ന, നമ്മൾക്ക് അറിവ് നൽകുന്ന ഏതൊരു മാധ്യമമായാലും അല്ലെങ്കിൽ ഏതൊരു മീഡിയ ആയാലും ഇപ്പോൾ എന്താണ് കാണാൻ സാധിക്കുന്നത്? പരസ്യങ്ങളുടെ ആധിപത്യമാണ് കാണാൻ സാധിക്കുന്നത്. അതാണ് ഒന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്. ഇപ്പൊ പരസ്യമാണ് എല്ലാത്തിനും അടിസ്ഥാനം എന്നാണ് പറയുന്നത്. പരസ്യം ഇപ്പൊ എന്താണ്? പരസ്യം അതിൻ്റെതായ ഒരു സാമ്രാജ്യം സൃഷ്ടിച്ചു കഴിഞ്ഞു ഇന്നത്തെ ലോകത്ത്. പരസ്യമില്ലാതെ ഒന്നും നടക്കില്ല എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ പാരഗ്രാഫാണ് ടീച്ചർ വായിക്കാൻ പോകുന്നത്. ആജ് വിജ്ഞാപൻ കെ ലിയേ വിജ്ഞാപൻ ഗൃഹ ഏവം വിജ്ഞാപൻ സംസ്ഥാൻ സ്ഥാപിത് ഹോ ഗയി ഹേ. അപ്പൊ ഈ പരസ്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കണം അല്ലെ? ഇപ്പൊ നമുക്കൊരു വീട് വിൽക്കാൻ ആവശ്യമാണ്, നമുക്കത് വിറ്റ് കിട്ടണം, അല്ലെങ്കിൽ ഒരു പറമ്പിന്ന് കൊടുക്കണം. അപ്പൊ ഇതിനെല്ലാതും ഇപ്പൊ എന്താണ്? വിജ്ഞാപൻ ഹൗസ്, അതായത് പരസ്യം കൊടുക്കാനായിട്ടൊരു സ്ഥാപനം തന്നെ തുടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ സമൂഹത്തിൽ. അപ്പൊ പരസ്യം ഓഫീസുകൾ ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് വിജ്ഞാപൻ സംസ്ഥാൻ അല്ലെങ്കിൽ വിജ്ഞാപൻ ഗൃഹ എന്ന് പറഞ്ഞാൽ പരസ്യം കൊടുക്കുന്ന ഓഫീസുകൾ. ഇസ് പ്രകാർ ഇസ്കാ ക്ഷേത്ര വിസ്തൃത് ഹേ. അതായത് അത്രത്തോളം വികസിച്ചു കഴിഞ്ഞു ഈ പരസ്യം എന്ന മേഖല. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ മേഖലയാണ് കേട്ടോ. പരസ്യ മേഖലകൾ ഇന്ന് അത്രത്തോളം തന്നെ വികസനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. വിജ്ഞാപൻ വ്യാപാർ വ
बिक्री बढ़ाने का एक प्रभावी माध्यम है. ഇനി പറയുന്നത് എന്താണ്? വിജ്ഞാപൻ, വ്യാപാർ, ഒരു വ്യാപാരം, അല്ലെങ്കിൽ ബിക്രി ബഡാനേക്ക, അതായത് വിറ്റുപോവുക, വിക്കൽ, അത് കൂട്ടാനായിട്ട്, അല്ലെങ്കിൽ വ്യാപാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് വിജ്ഞാപന അടിസ്ഥാനമായ ഒരു ഘടകമാണ്. അതായത് നമുക്ക് സാധനം വിൽക്കണമെങ്കിൽ അത് വ്യാപാരവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, അല്ലെ? അപ്പൊ ഈ വ്യാപാര മേഖല തന്നെ എന്താണ്? വിജ്ഞാപൻസേ. ഈ വ്യാപാരങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോകുന്നത് എന്ത് കാരണം കൊണ്ടാണ്? പരസ്യങ്ങളാണ്, അല്ലെ? നമ്മ ഒരു പ്രോഡക്റ്റ് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടെന്ന് തന്നെ നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുക? പരസ്യം കണ്ടിട്ടാണ്, അല്ലെ? അത്രത്തോളം വ്യാപിച്ചു കിടക്കുകയാണ് പരസ്യത്തിന്റെ ആ ഒരു മേഖല. देखा जाता है कि व्यापारिक संस्थाएं केवल विज्ञापन के बल पर ही अपना माल बेचती है. देखा जाता है, നമുക്ക് ഇന്ന് കാണാൻ സാധിക്കും. എന്താണ് കാണാൻ സാധിക്കുന്നത്? വ്യാപാരിക് സംസ്ഥായം, വ്യാപാര മേഖലകളെല്ലാം തന്നെ, സംസ്ഥായം എന്ന് പറഞ്ഞാൽ ആ മേഖലകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ, കേവൽ വിജ്ഞാപൻ കെ ബൽ പർ ഹി, പരസ്യങ്ങളാണ് അവർക്ക് എല്ലാവർക്കും എന്ത് ഒരു പോഷണം കൊടുക്കുന്നത്. എന്ത് വ്യാപാര സാധനമായിക്കോട്ടെ, അതായത് ഒരു ചെറിയ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഒരു സോപ്പ് തുടങ്ങി വലിയ കമ്പ്യൂട്ടർ തുടങ്ങി നമ്മുടെ ഗൃഹോപകരണ സാധനങ്ങൾ വരെ ഇപ്പൊ വിറ്റു പോകുന്നത് എന്താണ്? പരസ്യങ്ങൾ കാരണം കൊണ്ടാണ്. അപ്പൊ ഈ പരസ്യങ്ങളാണ് എല്ലാ വ്യാപാരങ്ങളുടെയും അടിസ്ഥാന ഘടകം. അതാണ് ഇവിടെ പറയുന്നത്. കുൽ മിലാക്കർ വിജ്ഞാപൻ കലാനെ आज व्यापार के क्षेत्रों में अपना महत्वपूर्ण स्थान बना लिया है. ഏതൊരു വ്യാപാര മേഖലയിലും പരസ്യങ്ങൾ അവരുടേതായ ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞു. പരസ്യങ്ങളില്ലാതെ പ്രോഡക്റ്റുകൾ വിൽക്കാൻ സാധിക്കില്ല എന്ന ലെവലിലേക്ക് നമ്മൾ എത്തിച്ചു. എന്ത്? പരസ്യം. അത്രത്തോളം എന്താണ്? പരസ്യങ്ങൾക്ക് വളരെ പ്രാധാന്യമാണ് ഇന്നത്തെ സമൂഹത്തിൽ. അതാണ് ഈ രണ്ട് പാരഗ്രാഫിലും പറയുന്നത്. പരസ്യം എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിന്റെ ആധിപത്യം, എന്തൊക്കെയാണ് പരസ്യങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി രണ്ടാമത് പറയുന്നത് ഒരു കവിതയാണ്. ആ കവിതയിൽ പറയുന്നത് എന്താണ്? പരസ്യങ്ങൾക്ക് ഇന്നത്തെ സമൂഹത്തിലുള്ള പ്രസക്തിയാണ്. അത് എഴുതിയത് മൃത്യുഞ്ജയ് പ്രഭാകറാണ്. അപ്പൊ ആ പരസ്യത്തിലെ നമുക്ക് കവിതയിലേക്ക് കടക്കാം. കവിത തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. आलसमय सुखद आंख गुलते ही, ആലസ്മയ സുഖദ് ആങ്ക് ഗുൽത്തേഹി, ആലസമയമായ, അതായത് ഉറക്കത്തിൽ നിന്ന് എണീക്കുന്ന ഒരു പകലിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആങ്ക് ഗുൽത്തേഹി, ആങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണാണ്. ഗുൽന എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണ് തുറന്ന് നോക്കുക. അതായത് ആലസ്യത്തോടുകൂടി നമ്മൾ ആ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ തന്നെ എന്താണ് കാണാൻ സാധിക്കുന്നത്? മേരെ സാംനെ പസാരാധ, എന്റെ മുമ്പിൽ, പസാര എന്ന് പറഞ്ഞാൽ വ്യാപിച്ചു കിടക്കുക. എന്റെ മുമ്പിൽ എന്താണ് വ്യാപിച്ചിരിക്കുന്നത്? വിജ്ഞാപൻ കാ സുൻഹര സൻസാർ, സ്വർണമയമുള്ള, സ്വർണ്ണ നിറത്തോടുകൂടെ ശോഭിക്കുന്ന ആ പരസ്യത്തിന്റെ ലോകമാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഉറക്കത്തിൽ നിന്ന് നമ്മൾ എണീക്കുന്നത് എവിടേക്കാണ്? പരസ്യങ്ങളുടെ ലോകത്തേക്കാണ്. അതായത് നമ്മൾ കാല് വെക്കുന്നത് തന്നെ എന്താണ്? പരസ്യങ്ങളുടെ ഇടയിലാണ്. അതാണ് ഇവിടുത്തെ ആശയം. ദൂദ് സി സഫേദി അബ് ഓർ ബി സഫേദ്, നമ്മൾ പറയൂല്ലേ, പാലിനേക്കാൾ വെളുത്ത അല്ലെങ്കിൽ പാലിനേക്കാൾ വെണ്മയുള്ള സാധനം നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? ദൂദ് സി സഫേദി, പാല് പോലെയുള്ള ആ വെണ്മ, അബ് ഓർ ബി സഫേദ്, അല്ലെ, ഇന്ന് അതിനേക്കാളും വെണ്മയാണ്. അപ്പൊ എന്തോ ഒരു പ്രോഡക്റ്റിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അത് ഉപയോഗിച്ചാൽ എന്താണ് പറയുന്നത്? ആദ്യം പാലാണ് ഏറ്റവും നല്ല വെളുത്ത സാധനം എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ സാധനം ഉപയോഗിച്ചാൽ നമുക്ക് പാലിനേക്കാളും അധികം വെളുത്ത നിറം കിട്ടുന്നതാണ് പറയുന്നത്. ഓർ ബി ചാക്ദാർ, ഓർ ബി ചാക്ദാർ, ചാക്ദാർ എന്ന് പറഞ്ഞാൽ പതയുള്ള, അതായത് ഓർ
ചില്ലാപ്പോ ആകെ ബഹളമയാണ്. ചില്ലാപ്പോ എന്ന് പറഞ്ഞാൽ ബഹളമയാണ്. അതായത് TV തുറന്നാലും പേപ്പർ എടുത്താലും റേഡിയോ വെച്ചാലും മൊത്തം പരസ്യമാണ്. ആകെ ബഹളമയാണ്. അപ്പൊ എന്താണ് പറയുന്നത്? ഇന്ന് പാലിനേക്കാളും വെണ്മ തരുന്നു, അത്രയും പതയുള്ള സാധനമാണ്. അപ്പൊ ഇത്രയും ബഹളം വെക്കാണ്. എന്ത്? എവിടെ നോക്കിയാലും ബഹളമാണ്. ഓർ ബി സഫേദ്, പിന്നെയും പറയാണ് എന്താണ്? ഇനിയും ഇനിയും വെളുക്കാം. ഇനി എന്താണ് പറയുന്നത്? നകാർ രഹാദ പുരാനി സഫേദിക്കോ. നകാർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അതിനെ നിരാകരിക്കുക. നമ്മൾ പണ്ടുള്ള കാര്യങ്ങൾ നിരാകരിക്കുകയാണ്. പണ്ട് എന്തോ സാധനം നമ്മൾ കണ്ടിട്ട് അത് നമ്മൾ വേണ്ടാന്ന് വെച്ചു. അത് എന്താ സാധനം ആയിക്കോട്ടെ, പണ്ട് നമ്മൾ കണ്ടൊരു സാധനമാണ്, പക്ഷെ അതിനധികം പരസ്യം ഉണ്ടായില്ല. അതുകൊണ്ട് നമ്മൾ ആ പ്രോഡക്റ്റ് വാങ്ങിക്കാതെ നമ്മൾ അതിനെ നിരാകരിച്ചു, നമ്മൾ അതിനെ ഉപേക്ഷിച്ചു. പുരാനി സഫേദിക്കോ. അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ ഉപേക്ഷിച്ചത്? ആ പണ്ട് അതേ സാധനം നമുക്ക് വെണ്മ തന്നിരുന്നു, പക്ഷെ നമ്മൾ അതിനെ ഉപേക്ഷിച്ചു. ജോ ഉസി കമ്പനി കാ പ്രോഡക്റ്റ് താ. അപ്പൊ നമ്മൾ ആദ്യം ഉപേക്ഷിച്ച സാധനം എന്തായിരുന്നു? ഇതേ കമ്പനിയുടെ പ്രോഡക്റ്റ് തന്നെയായിരുന്നു നമ്മൾ ആദ്യം കണ്ടത്. നമ്മൾ ഉപേക്ഷിച്ച സാധനവും എന്തായിരുന്നു? ഇന്ന് ഈ പരസ്യത്തിൽ കാണുന്ന അതേ സംഭവം തന്നെയായിരുന്നു പണ്ട് നമ്മൾ കണ്ടത്, പക്ഷെ നമ്മൾ അതിനെ ആദ്യം ഉപേക്ഷിച്ചു. എന്തുകൊണ്ടാ? അന്ന് അതിന് പരസ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ എന്താണ്? പരസ്യത്തിന്റെ ആ ഭംഗി കൊണ്ട് നമ്മൾ അത് വാങ്ങി ഉപയോഗിച്ചു. അപ്പൊ നമ്മൾ ഉപേക്ഷിച്ച സെയിം സാധനം തന്നെയാണ് നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നത്. ജോ ഉസി പുരാനി കമ്പനി കാ പ്രോഡക്റ്റ് താ. അതാ പഴയ കമ്പനിയുടെ പ്രോഡക്റ്റ് തന്നെയായിരുന്നു. വിജ്ഞാപനോമേ ഹർ ചീസ്. വിജ്ഞാപനോമേ, പരസ്യത്തില് ഏത് സാധനം വേണമെങ്കിലും നമുക്ക് വിൽക്കാൻ സാധിക്കും. ഒരു പരസ്യം, നന്നായി പരസ്യം ചെയ്യുന്ന ഒരാളുണ്ടായാൽ മതി. പഹലെ സെ അച്ചി ഓർ ബെഹ്തർ ഹോത്തി ഹെ. അതായത് പണ്ടത്തെ സാധനങ്ങള് ഇന്ന് ഉപയോഗിക്കുമ്പോ എന്താണ്? പരസ്യങ്ങൾ മൂലം അതിന് അത്രയും അട്രാക്റ്റീവ് വന്നു. അപ്പൊ എന്താ പറയുന്നത്? കബി കബി സോച്ച്താ ഹോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാറുണ്ട്. കബി കബി, ഇടയ്ക്കൊക്കെ ഞാൻ ചിന്തിച്ചു പോവുകയാണ്. എന്താണ്? കിത്നാ അച്ഛാ ഹോത്താ, എത്രത്തോളം നല്ലതായിരുന്നു. എന്ത്? അഗർ യേ ദുനിയ, ഈ ലോകം, ദുനിയ എന്ന് പറഞ്ഞാൽ ലോകം, ഈ ലോകം എന്തായിരുന്നെങ്കിൽ ഏക് വിജ്ഞാപൻ ബി, ഈ ലോകം ഒരു പരസ്യമായിരുന്നെങ്കിൽ, പരസ്യത്തെ പോലെ ആയിരുന്നെങ്കിൽ, ഒരു പരസ്യവാചകം പോലെ എത്രത്തോളം ഭംഗിയായിരുന്നെങ്കിൽ. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ ലോകം തന്നെ ഒരു പരസ്യമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പൊ അത് ആരാണ് എഴുതിയത്? മൃത്യുഞ്ജയ് പ്രഭാകർ. മൃത്യുഞ്ജയ് പ്രഭാകർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ആധുനികത നിറഞ്ഞ ഒരു കവിതയായിരുന്നു, പരസ്യത്തെ കുറിച്ചുള്ള ഒരു കവിതയായിരുന്നു എന്ത് ഈ ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ പേജ് നമ്പർ 17 നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്? പരസ്യത്തിന് ഇന്നത്തെ സമൂഹത്തിലുള്ള പ്രാധാന്യം, പരസ്യം എന്തെല്ലാം മേഖലകളെ ഇപ്പൊ കീഴടക്കി കഴിഞ്ഞു, പിന്നെ പരസ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചെറിയൊരു കവിതയിലൂടെ നമുക്ക് വ്യക്തമാക്കി തന്നു, അല്ലെ? ഇനി നമ്മൾ പാഠത്തിലേക്ക് കടക്കുകയാണ്. പേജ് നമ്പർ 18 പാഠഭാഗം കാര്യമായിട്ട് തുടങ്ങുന്നത്. കവി സമ്മേളനോ. കവി സമ്മേളനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? കവി സമ്മേളനം. ദീവാലി മേലോ. ദീവാലി, ദീപാവലി മേള എന്ന് വെച്ചാൽ ഫെസ്റ്റിവൽ എന്നാണ് ഇവിടെ പറയുന്നത്. और अन्य कई प्रकार के कार्यक्रमों. ഈ ദീപാവലി തന്നെ വേണമെന്നില്ല, എന്ത് പ്രോഗ്രാം ആയിക്കോട്ടെ. അവിടെ എന്താണ് പ്രാധാന്യം? പ്രകാർ കെ കാര്യക്രമോ മേ വിജ്ഞാപൻ ദേഖ് സക്തേ ഹെ. ഏത് പ്രോഗ്രാം എടുത്താലും എന്താണ് നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കുക? അതന്നെ, പരസ്യങ്ങളാണ് കൂടുതൽ കാണാൻ സാധിക്കുന്നത്, അല്ലെ? പ്രോഗ്രാമിനല്ല, പരസ്യങ്ങൾക്കാണ് കൂടുതലും പ്രാധാന്യം. ഇപ്പോ നിങ്ങൾ തന്നെ ഇപ്പൊ ടിവിയില് ഒരു പ്രോഗ്രാം ഉണ്ട്, ഇപ്പോ എന്തായാലും ഒരു ഫെസ്റ്റിവൽ വെച്ചു, ഒരു അവാർഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇപ്പൊ അതിന്റെ തുടക്കം എങ്ങനെയായിരിക്കും? ഇന്ന് അവാർഡ് ഫംഗ്ഷൻ പവേർഡ് ബൈ എന്താണ്? ആ സാധനം, ഈ സാധനം, അങ്ങനെ നീണ്ടൊരു ലിസ്റ്റ് തന്നെ ഉണ്ടാവും, അല്ലെ? അപ്പൊ ഏത് ഫംഗ്ഷൻ ആണെങ്കിലും പരസ്യത്തിനാണ് ഇപ്പോ പ്രാധാന്യം. परिधान व्यवसाय में तो विज्ञापन सुंदरियों के सहारे ही आगे बढ़ता है.
അപ്പൊ പല പല ഫെസ്റ്റിവലിന്റെ കാര്യം പറഞ്ഞു, പല പല ഫംഗ്ഷന്റെ കാര്യം പറഞ്ഞു അല്ലെ. അപ്പൊ പരിധാൻ വ്യവസായമേയും, പരിധാൻ വ്യവസായം എന്ന് പറഞ്ഞാൽ എന്താണ്? വസ്ത്ര വ്യാപാര മേഖലകൾ. പരിധാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വസ്ത്ര വ്യാപാര മേഖല. ഈ വസ്ത്ര വ്യാപാര മേഖലയിലെല്ലാം തന്നെ എന്താണ്? പരസ്യങ്ങൾ തന്നെയാണ് ആധിപത്യം. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്താണ് ഇവിടെ പറയുന്നത്? സുന്ദരിയോം കെ സഹാരേഹി. അവിടെ ആരുടെ ആവശ്യമാണുള്ളത്? സുന്ദരിമാരുടെ അല്ലെ. അപ്പോ പരസ്യങ്ങളിൽ, പ്രത്യേകിച്ചും പരിധാൻ എന്ന് പറഞ്ഞാല് വസ്ത്രമേഖലകളിൽ, ഇനി നമ്മൾ പറയാണ് ജ്വല്ലറിയില് എല്ലാം നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുക? സുന്ദരികളായ സ്ത്രീകളെ, കാണാൻ നല്ല ഭംഗിയുള്ള സ്ത്രീകളെയാണ് നമ്മൾ ഉപയോഗിക്കുക. അതെന്തിനു വേണ്ടിയിട്ടാണ്? ആ സ്ത്രീകളെ ആശ്രയിച്ചിരിക്കും ആ പരസ്യത്തിനോടുള്ള നമ്മുടെ ആ ഒരു അട്രാക്ഷൻ. അപ്പൊ ആ സ്ത്രീയെ കാണുമ്പോൾ തന്നെ നമ്മൾ നന്നായി നോക്കും, ആ നല്ല ഭംഗിയുള്ള സ്ത്രീയാണല്ലോ, ഏതൊക്കെ തരത്തിലുള്ള ആഭരണങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ആ വസ്ത്രം എങ്ങനെയാണ്. അപ്പൊ നല്ല ഭംഗിയുള്ള സ്ത്രീകൾ ഉപയോഗിച്ചിട്ടാണ് ഈ മേഖലകളെല്ലാം തന്നെ നിലനിന്ന് പോകുന്നത്. അപ്പൊ പരസ്യത്തില് ഇപ്പൊ നമ്മൾ പറഞ്ഞു പരസ്യമാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. അതിൽ തന്നെ ആർക്കാണ് ഇവിടെ ഇമ്പോർട്ടന്റ് കൊടുക്കുക? സുന്ദരികളായ സ്ത്രീകൾക്ക്. ആകെ ബഡ്തേ എന്ന് പറഞ്ഞാൽ മുമ്പോട്ട് പോവുക. അപ്പൊ ഇന്ന് പരസ്യത്തിലെല്ലാം തന്നെ സുന്ദരികളായ സ്ത്രീകളെ ഉപയോഗിച്ചിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ചുനാവ് കെ ദിനോമേ രാജ്നൈതിക് പാർട്ടിയോ, എന്താണ്? ചുനാവ് കെ, ഇലക്ഷൻ വരുമ്പോ ഏത് പാർട്ടി ആയിക്കോട്ടെ, അതായത് രാജനൈതിക് പാർട്ടി എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ, ഏത് പാർട്ടി ആയിക്കോട്ടെ, എല്ലാവരും തന്നെ എന്താണ്? പരസ്യത്തിനെ ആശ്രയിക്കുന്നു. അതായത് ഇലക്ഷന്റെ സമയമാകുമ്പോൾ നമ്മൾ ഈ റോട്ടിൽ കൂടെ ഒക്കെ കേൾക്കാം അല്ലെ, പല പല പാർട്ടികളുടെ പാരഡി വെച്ചിട്ട് ആ പാർട്ടിയെ കുറച്ച് പ്രൈസ് ചെയ്തിട്ട് ഉയർത്തിക്കൊണ്ട് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പൊ ഏത് പാർട്ടി ആയിക്കോട്ടെ എല്ലാതും എന്താണ്? പരസ്യത്തിനെ ആശ്രയിക്കുന്നു. ഇപ്പൊ രാജനൈതിക് പാർട്ടി എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ പാർട്ടികൾ കേട്ടോ. വിജ്ഞാപൻ സേ ഭി ഹം ദേഖ്തേ, ഈ മേഖലയിൽ തന്നെ വിജ്ഞാപൻ ഇവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കും. ഔദ്യോഗിക് ക്രാന്തി കെ കാരൺ, അപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാം പരസ്യം അങ്ങനെ ഒന്നും അധികം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? ഔദ്യോഗിക് ക്രാന്തി കെ കാരൺ, വ്യവസായ വിപ്ലവം വന്നപ്പോൾ, വ്യവസായവൽക്കരണം വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ജേസേ ജേസേ ഏക് ഹി വസ്തുക്കെ, സാധനം ഒറ്റ സാധനം ഉണ്ടാവും. ഇപ്പൊ സോപ്പ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കുന്ന എന്ത് സാധനം ആയിക്കോട്ടെ, അത് സാധനം ഒന്നായിരിക്കും അല്ലെ. പക്ഷെ എന്താണ് ഇവിടെ? വിഭിന്ന രൂപവും കാ ഉത്പാദൻ ഹോന അല്ലെ. ഒരേ സാധനം തന്നെ ഉത്പാദകർ വ്യത്യസ്തരായിരിക്കും. അതായത് കമ്പനികൾ, ഇപ്പൊ ഒരു സാധനം തന്നെ പല പല കമ്പനിക്കാര് ഉത്പാദിക്കുന്നു. അപ്പൊ നമുക്ക് കൺഫ്യൂഷനാണ്, ഇതിൽ ഏതാണ് വേണ്ടത്. അത്രയ്ക്ക് പ്രോഡക്റ്റുകൾ ഇപ്പൊ കിട്ടാനുണ്ട്. വിഭിന്ന ഉത്പാദൻ ഹോനെ ലഗ ഓർ ഉപഭോഗ്, ഉപഭോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുക, ഉപഭോഗം. ഉപഭോഗ് കെ ലിയെ നയി നയി വസ്തുവേം पैदा की जाने लगी. അപ്പൊ ഒരു സാധനം, പ്രത്യേകിച്ച് ഞാൻ തുടക്കത്തിലേ ഞാൻ പറഞ്ഞു കേരളം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപഭോക്തൃ സംസ്കാരമാണെന്ന് പറഞ്ഞു അല്ലെ. ഈ ഉപഭോക്തൃ സംസ്കാരം കൂടിയപ്പോൾ എന്താണ്? ഒറ്റ സാധനം തന്നെ, ഇപ്പൊ സോപ്പ് എന്ന് പറയുന്ന ഒരു സാധനം തന്നെ പല 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 കമ്പനികൾ ഉണ്ടാക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ എന്ത് സാധനം ആയിക്കോട്ടെ, പ്രോഡക്റ്റുകൾ കൂടുതലാണ്. സാധനം ഒന്നായിരിക്കാം, പക്ഷെ പല 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 കമ്പനികളുടെ പ്രോഡക്റ്റുകൾ നമുക്ക് കിട്ടും. വैसे वैसे विज्ञापन का महत्व बढ़ता चल गया. അപ്പൊ അങ്ങനെ ഒരു സാധനം തന്നെ പല പല കമ്പനിക്കാരുണ്ടാക്കുമ്പോ അവരുടെ മാർക്കറ്റിംഗ് കൂടണം, അവരുടെ സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കണം. അപ്പൊ അവിടെ ആര് വരണം? അവരുടെ ഉപഭോഗം കൂടണമെങ്കിൽ ആര് വരണം? അതന്നെ, പരസ്യം വരണം. അപ്പൊ പരസ്യങ്ങളും അതിനനുസരിച്ച് എന്താ വളരെയധികം ക്രിയേറ്റിവിറ്റിയിലൂടെ പല പല പരസ്യങ്ങൾ വരാൻ തുടങ്ങി. അപ്പോഴാണ് അവിടെ പരസ്യത്തിന് പ്രാധാന്യം വന്നത്. അപ്പൊ അത്രയും നാളും നമുക്ക് എന്താണ്, എന്തെങ്കിലും ഒരു സാധനമൊക്കെ വാങ്ങി ഉപയോഗിച്ചാൽ മതി എന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഒരേ സാധനം തന്നെ പല പല ആൾക്കാർ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോ അത് വാങ്ങിക്കണം, അത് ആളുകളിലേക്ക് എത്തിക്കണം, ഞങ്ങൾ ഇന്ന മാതിരി ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അതിനു വേണ്ടി ഇപ്പൊ എന്താണ്, പരസ്യങ്ങളെയാണ് കൂട്ടുപിടിക്കുന്നത്. അപ്പൊ പരസ്യത്തിന് ഇപ്പൊ വളരെയധികം പ്രാധാന്യം കൊടുത്തു തുടങ്ങി. അതാണ് ഈ പറയുന്ന പാരഗ്രാഫിലുള്ളത്.
അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.